നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ തലപ്പത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപ് പടിയിറങ്ങുമ്പോൾ പുതുചലനങ്ങളാണ് ഉണ്ടാകുന്നത്. ചരിത്രത്തിലാദ്യമായി 20 ഇന്ത്യൻ വംശജരാണ് ജോ ബൈഡനിലൂടെ അമേരിക്ക ഭരിക്കാൻ തയ്യാറാകുന്നത്. വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസും ഒപ്പം 13 വനിതകൾ ഉൾപ്പെടെ 20 ഇന്ത്യൻ വംശജരെയാണ് സുപ്രധാന പദവികളിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നീര ടാണ്ടൻ ഉൾപ്പെടെ 17 പേർ വൈറ്റ് ഹൗസ് കോംപ്ലക്സിന്റെ ഭാഗമാകുന്നതാണ്. ആദ്യമായാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇത്രയധികം ഇന്ത്യൻ വംശജർ സുപ്രധാന പദവികളിലേക്ക് എത്തിച്ചേർന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് പിന്നാലെ തെരഞ്ഞെടുത്തത് നീര ടാണ്ടനെയായിരുന്നു. വൈറ്റ് ഹൗസിലെ സാമ്പത്തിക വിഭാഗത്തിൽ ബജറ്റ് ഡയറക്ടറായിട്ടാണ് നീരയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബജറ്റ് ഡയറക്ടറാകുന്ന ആദ്യത്തെ വെളുത്തവർഗക്കാരിയല്ലാത്ത വ്യക്തിയാകും നീര ടാണ്ടൻ. ജോ ബൈഡന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ്. 2014 പ്രസിഡന്റ് ബരാക് ഒബാമയുടെ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു ഡോക്ടർ വിവേക് എച്ച് മൂർത്തി. ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന തന്ത്രജ്ഞരിൽ ഒരാൾ കൂടിയാകുന്നു ഇദ്ദേഹം. US സർജൻ ജനറലായി തിരഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ വനിതാ ഗുപ്തയെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസായി നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ മുൻ വിദേശകാര്യ സേവന രംഗത്തുണ്ടായിരുന്ന ഉസ്ത്രാ സോയയെ സിവിലിയൻ സെക്യൂരിറ്റി, ഡെമോക്രസി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. പ്രഥമ വനിത ഡോക്ടർ ജിൽ ബൈഡന്റെ പോളിസി ഡയറക്ടറായി മാല അഡിഗയെയും പ്രഥമ വനിതയുടെ ഓഫീസിലെ ഡിജിറ്റൽ ഡയറക്ടറായി ഗരിമ വർമ്മയെയും വൈറ്റ് ഹൗസിലെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറിയായി സഫ്രീന സിംഗിനെയും നിയമിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസിലെ ഓഫീസ് ഓഫ് ഡിജിറ്റൽ സ്ട്രാറ്റജിയിൽ പാർട്ണർഷിപ്പ് മാനേജറായി ഐഷ ഷായും വൈറ്റ് ഹൗസിലെ US നാഷണൽ ഇക്കണോമിക് കൗൺസിലിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സമീറ ഫാസിലും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാരത് രാമമൂർത്തിയാണ് വൈറ്റ് ഹൗസ് നാഷണൽ ഇക്കണോമിക് കൗൺസിലിലെ മറ്റൊരു ഡെപ്യൂട്ടി ഡയറക്ടർ. ഗൗതം രാഘവൻ പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ. വർഷങ്ങളായി ബൈഡന്റെ വിശ്വസ്തരിൽ ഒരാളായ വിനയ് റെഡ്ഡിയെ സ്പീച്ച് റൈറ്റിംഗ് ഡയറക്ടറായി തെരഞ്ഞെടുത്തു. യുവവേദാന്താണ് ബൈഡന്റെ അസിസ്റ്റന്റ് പ്രസ് സെക്രട്ടറി. ഇന്ത്യൻ വംശജരായ തരുൺ ചബ്ര, സുമോണ ഗുഹ, ശാന്തി കലാത്ത് എന്നിവരെ വൈറ്റ് ഹൗസിന്റെ നിർണായകമായ ദേശീയ സുരക്ഷാ സമിതിയിലേക്ക് നിയമിക്കുകയും ചെയ്തു. സോണിയ അഗർവാളിനെ ക്ലൈമറ്റ് പോളിസി ആൻഡ് ഇന്നൊവേഷൻ സീനിയർ അഡ്വൈസറായി വൈറ്റ് ഹൗസിലെ COVID-19 റെസ്പോൺസ് ടീമിന്റെ പോളിസി അഡ്വൈസറായി വിദുർ ശർമ്മയെ നിയമിച്ചു. നേഹ ഗുപ്ത, റീമ ഷാ എന്നിവരെ വൈറ്റ് ഹൗസ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.